അല്ലു അർജുൻ ഫഹദ് ഫാസിൽ സിനിമ പുഷ്പ 2 റിലീസിന് ശേഷം തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ക്രഷായി മാറിയ യുവനടിയും നർത്തകിയുമാണ് ശ്രീലീല. കിസ് കിസ് എന്ന സോങ്ങിലെ പ്രകടനമാണ് ശ്രീലീല വൈറലാകാൻ കാരണം. മാതൃഭാഷ തെലുങ്കാണെങ്കിലും ശ്രീലീല ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണ്. സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഇന്ത്യയിൽ സ്ഥിരതാമസം തുടങ്ങിയത്. 2017 ചിത്രാംഗത എന്ന തെലുങ്ക് സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു നടിയുടെ തുടക്കം. ഇതുവരെയുള്ള കരിയറിൽ 14ഓളം സിനിമകളിൽ അഭിനയിച്ചു. അവയിൽ കൂടുതലും തെലുങ്കിലും കന്നഡയിലുമാണ്. കിസ് കിസ് സോങ് വൈറലായതിനു ശേഷം താരത്തിന്റെ സൗന്ദര്യവും മെയ്വഴക്കവുമാണ് പ്രേക്ഷകരെ ആകർഷിച്ചത്. എന്നാൽ താരത്തെ അടുത്തറിഞ്ഞതിന് ശേഷം അഭിനേത്രി ആയിട്ടല്ല താരത്തിന്റെ വ്യക്തിത്വത്തിനാണ് ആരാധകർ കൂടുതൽ. മാതൃകാപരമായ ജീവിതമാണ് 23-ാം വയസ്സിൽ തന്നെ താരത്തിൻ്റേത്. ഇതിനോടകം തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു തുക മാറ്റിവെച്ച് 3 അനാഥ കുഞ്ഞുങ്ങളെയാണ് സ്വന്തം മക്കളെ പോലെ ശ്രീലീല സംരക്ഷിക്കുന്നത്. 21-ാം വയസ്സിൽ 2 ഭിന്നശേഷിക്കാരായ കുട്ടികളെ ദത്തെടുത്തുകൊണ്ടായിരുന്നു തുടക്കം. ഗുരു, ശോഭിത എന്നിങ്ങനെയാണ് ഈ കുട്ടികളുടെ പേരുകൾ. ശേഷം കുറച്ചു ദിവസം മുമ്പ് താൻ 3ാമതൊരു കുഞ്ഞിനെ കൂടി ദത്തെടുത്തുവെന്ന വിവരം ശ്രീലീല സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയായിരുന്നു. വീട്ടിലേക്കെത്തിയ പുതിയ അംഗം എന്ന തലക്കെട്ടോടെയാണ് കുഞ്ഞിൻ്റെ ചിത്രം ശ്രീലീല പങ്കുവച്ചത്. കുഞ്ഞുങ്ങൾ എന്നാൽ ജീവനാണ് ശ്രീലീലയ്ക്ക്. ഇടയ്ക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മക്കളെ ശ്രീലീല ഒപ്പം കൂട്ടാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊപ്പം ചെയ്ത റീലുകളും വീഡിയോകളും മുമ്പ് വൈറലായിട്ടുണ്ട്. മൂത്ത കുട്ടികളെ 2022 ഒരു അനാഥാലയം സന്ദർശിക്കുന്നതിനിടെയാണ് നടി ആദ്യമായി കാണുന്നത്. തുടർന്ന് 2 കുഞ്ഞുങ്ങളെയും ദത്തെടുക്കാൻ താരം തീരുമാനിക്കുകയായിരുന്നു. ശ്രീലീല വീണ്ടും ഒരു കുഞ്ഞിനെ കൂടി ദത്തെടുത്തുവെന്ന വാർത്ത പരന്നതോടെയാണ് അവിവാഹിതർക്ക് ഇന്ത്യയിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചർച്ചയാവുന്നത്. 2 വർഷം മുമ്പ് വാടക ഗർഭധാരണത്തിലൂടെ താൻ 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെന്ന് നടി നയൻതാര അറിയിച്ചപ്പോൾ വലിയ രീതിയിൽ സംഭവം ചർച്ചയാവുകയും അധികൃതർ ഇടപെട്ട് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. വാടക ഗർഭധാരണത്തിന്റെ നിയമങ്ങൾ എല്ലാം നടിയും ഭർത്താവും പാലിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു അന്വേഷണം. ഇത്രത്തോളം സ്ട്രിക്റ്റായി നിയമവും അധികൃതരും നിൽക്കുമ്പോൾ വാടക ഗർഭധാരണത്തെക്കാൾ പ്രാധാന്യമുള്ള ദത്തെടുക്കൽ പ്രക്രിയയുടെ കടമ്പകൾ ശ്രീലീല കടന്നുവോ എന്നുള്ള സംശയമാണ് പ്രേക്ഷകർക്കുള്ളത്. എന്നാൽ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ശ്രീലീല 3 കുഞ്ഞുങ്ങളെയും ദത്തെടുത്തിരിക്കുന്നത്. ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായി സ്ഥിരതയും കഴിവുമുള്ള ഏതൊരു വ്യക്തിക്കും കുട്ടികളില്ലാത്ത ദമ്പതികൾക്കും സ്വന്തമായി കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്കും ദത്തെടുക്കാം. സ്ത്രീകൾക്ക് ഏത് കുട്ടികളെയും ദത്തെടുക്കാം. പക്ഷേ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ കഴിയുകയുള്ളൂ. സമീപ വർഷങ്ങളിൽ ദത്തെടുക്കൽ നിയമങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 25-നും 60-നും ഇടയിൽ പ്രായമുള്ള ആർക്കും വിവാഹിതരാണെങ്കിൽ പോലും കുട്ടികളെ ദത്തെടുക്കാൻ അനുവാദമുണ്ട്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ സ്വർണലതയാണ് ശ്രീലീലയുടെ അമ്മ. നടിയും MBBS പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ പ്രൊഫഷൻ ആണ് ശ്രീലീലയ്ക്ക് താല്പര്യം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.